സാർ വലത്ത് കാല് വെച്ച് ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കട, അപ്പൊ കാണും മാർക്ക്. ആ അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചിട്ടുള്ള ഒരു രംഗമാണിത്. മോഹൻലാലിൻ്റെ മിഥുനം സിനിമയിൽ, അതായത് മോഹൻലാലിൻ്റെ ഒരു ഫാക്ടറിയിലേക്ക് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്നിട്ട് ഇൻസ്പെക്ഷൻ വരുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു സീൻ ഇവിടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഇനി വരാൻ പോവാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 17 വരുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു ജോലിയുള്ള ഒരാളുടെ വർക്ക് എന്തായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കണ്ട പോലെ തന്നെ ഏതെങ്കിലും ഫാക്ടറികളിലൊക്കെ പോയിട്ട് അത് അടച്ചു പൂട്ടിക്കാനാണോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ റിയൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മുന്നിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടി നമ്മളൊരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ കഴിഞ്ഞ തവണ 5ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള എൻ്റെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിരുന്ന അരവിന്ദ് സാർ ആണ് നമ്മളോടൊപ്പുള്ളത്. വെൽക്കം അരവിന്ദ് സാർ. താങ്ക് യു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട ഒരു രംഗം എന്ന് പറയുന്നത്, അതിലെന്താ ശരിക്കും, അതായത് ഒരു കമ്പനിയെ ശരിക്കും അടച്ചു പൂട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ ആണോ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ? ആക്ച്വലി അതൊരു കോമഡി ആയിട്ട് സിനിമയിൽ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നെങ്കിൽ പോലും ശ്രദ്ധിക്കുക, പുള്ളി വന്നിട്ട് ചോദിക്കുന്നത് ISI മാർക്ക് എവിടെയെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കേബിൾസ് എല്ലാം ആർമോഡ് ആണോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് നിയമമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി റൂൾസ് പറയുന്നത്. അതെ, ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഇലക്ട്രിക് സപ്ലൈ നമ്മൾ സപ്ലയർ സപ്ലൈ ചെയ്യുന്നുണ്ടോ, അറ്റ് ദ സെയിം ടൈം അതിനൊരു ആക്സിഡന്റ് വരാതെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നിയമപ്രകാരം ഡെവലപ്പ് അതായത് ഇലക്ട്രിസിറ്റി ആക്ട്, സെൻട്രൽ ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിലും ദെയർ ഷാൽ ബി ആൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഹെഡഡ് ബൈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന്. ബാക്കി സപ്ലയർ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സപ്ലയർ ആർക്കുമാണ് ഒരു ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ജനറേറ്റ് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത് നിയമപ്രകാരം ഒരു ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിലും അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഞാൻ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ ആ പൊസിഷൻ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു, അതായത് നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു നിയമം ശരിയല്ല എന്ന് നമുക്ക് തോന്നി, നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ത്രൂ നമുക്ക് BIS എഴുതി അറിയിച്ച് നമുക്ക് റൂൾസ് അമെൻഡ് ചെയ്യാനുള്ള പവർ വരെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. സോ അത്രയും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്. പിന്നെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ജോലി മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മുടെ. പലപ്പോഴും ഈ ആക്സിഡന്റുകളൊക്കെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് അല്ലേ. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്, ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇത് ആക്ച്വലി വയറിംഗ് ഒക്കെ ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സും വലിയ ക്ലാസ് കോൺട്രാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അവർ നിയമപ്രകാരമാണോ ജോലി ചെയ്യുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു ജനറേറ്റർ ഇപ്പോൾ ഒരു 30 kVക്ക് മുകളിലാണെങ്കിൽ ആർക്കും ഡയറക്റ്റായി കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് നിയമം. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അതിനെ ഒരു പ്രോപ്പറായിട്ടൊരു സ്കീം വരച്ച് നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒരു സ്ക്രൂട്ടിനി ചെയ്യുന്നത് ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. അപ്പോൾ സ്ക്രൂട്ടിനി ചെയ്യണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇതെല്ലാം നമ്മുടെ CA റെഗുലേഷൻസിനകത്തൊക്കെ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയത്തില്ല. CA റെഗുലേഷൻ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ സ്കീം കറക്റ്റായിട്ട് സ്ക്രൂട്ടിനി ചെയ്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയിച്ച് അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് ഫൈനലി നമ്മൾ അപ്രൂവൽ എടുത്താൽ മാത്രമേ ഇതൊക്കെ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം KCB ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വയ്ക്കുന്നു. KCBക്ക് ആക്ച്വലി അത് വെക്കാം, പക്ഷേ അതിനെ ചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്ഫോമർ വെച്ചു, ആ ട്രാൻസ്ഫോമറിന് ഫെൻസിങ് ഉണ്ടോ, ആ ട്രാൻസ്ഫോമറിൻ്റെ ഫെൻസിങ് എർത്തഡാണോ, ക്ലിയറൻസ് കറക്റ്റാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറമേ ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല. അതായത് നമ്മൾ LT HT ക്ലിയറൻസ് കറക്റ്റാണോ, സ്റ്റേ വരെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ, എർത്തിങ് ഒക്കെ പ്രോപ്പറാണോ, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ SFE സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്താണ് ശരിക്കും ഈ ട്രാൻസ്ഫോമറൊക്കെ ചാർജ് ചെയ്യുന്നത്. സോ എവിടെ നോക്കിയാലും നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രസന്റ് ആയിരിക്കും. ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ നമ്മൾ സാധാരണ ഒരു വീട്ടിലൊന്നും ഒരു സാധാരണ ഒരു ഇൻസ്പെക്ടർ ചെക്കിംഗ് സാധാരണ അത് നമ്മുടെ ലോ എവിടെ തൊട്ടാണ് അതിന്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറി മുതലാണ്? അത് കാറ്റഗറി ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറേറ്റർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 10 kVA ജനറേറ്റർ വരെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വെക്കാം, ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട. അതിനുശേഷം 10 തൊട്ട് 30 വരെയാണെങ്കിൽ അവർക്ക് ശരിക്കും നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടറിന് അത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് ചാർജ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തരാം.
30-ന് മുകളിലാണെങ്കിൽ കോൺട്രാക്ടറിന് വർക്ക് ചെയ്യാനും സാധിക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുന്നതിന് മുന്നേ അനുമതി വാങ്ങിക്കണം, വർക്ക് ചെയ്യണമോ വേണ്ടിയോ എന്ന്. സോ അത് നമ്മൾ അനുമതി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷനൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് അനുമതി കൊടുക്കാം, അനുമതി നിഷേധിക്കാം. ഞാനിപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിയമപ്രകാരം സപ്ലൈ കോഡിൽ 11 kVക്ക് മുകളിലാണെങ്കിൽ ട്രാൻസ്ഫോമർ വെക്കണം കൺസ്യൂമർ. അങ്ങനെ ട്രാൻസ്ഫോമർ വെക്കണമെങ്കിൽ അത് ഇൻഡോർ ആയിരിക്കണം. അത് കമേർഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഇൻഡോർ ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസ് അത് കറക്റ്റ് ആയിരിക്കണം, ക്ലിയറൻസ് കറക്റ്റ് ആയിരിക്കണം, ഫയർ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മളെ വേറൊരു ഡ്യൂട്ടി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ജസ്റ്റ് ഒരു 1-2 ഡ്യൂട്ടി അല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഡ്യൂട്ടിയാണ്. സിനിമ തിയേറ്ററിന് ഇൻസ്റ്റലേഷൻ കേരള സിനിമ റെഗുലേഷൻസ് റൂൾസ് 1988 പ്രകാരം ആണ് നമ്മൾ തിയേറ്ററിന് ഡി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഡി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. സോ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിനൊക്കെ ശരിക്കും പഞ്ചായത്തിന് ലൈസൻസ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ വേണം. റെഗുലേഷൻസ് പ്രകാരമാണോ അവർ അതൊക്കെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി ആക്ട് തന്നെയാണ്. അതെ, CEA റെഗുലേഷൻസ് മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ഓഫ് ഇലക്ട്രിക് സപ്ലൈ ലേറ്റസ്റ്റ് 2023 റെഗുലേഷനാണ്. അതിനകത്താണ് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. ബാക്കി നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇത് IS സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനകത്ത് അത് പറയുന്നുണ്ട് IS ഇന്ന പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ IS തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഏതൊരു കോമൺ ആൾക്ക് നോക്കാന്നുള്ളത്. ഇപ്പോൾ ആ സിനിമയിൽ നമ്മൾ കണ്ട പോലെ ഇപ്പം ഞാനൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ എന്താ പറയുക, ഒരുപാട് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് അന്ന് തീർച്ചയായിട്ടും നമ്മളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ നമ്മൾ കോൺട്രാക്ട് ചെയ്ത ആളായിരിക്കും ചെയ്യുന്നുണ്ടാകുന്ന വിചാരിക്കാം. അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് കുറേ ഇറഗുലാരിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇൻസ്പെക്ടർ വന്നിട്ട് സാറ് വന്നിട്ട് എന്ത് ചെയ്യാണ്, അത് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അടുത്തൊരു പ്രൊസീജിയർ? റിജക്ട് ചെയ്ത അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിഫക്റ്റ് കൊടുക്കും. ഇന്ന ഡിഫക്റ്റ് ഉണ്ട്, പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടില്ല, ഒരു എർത്തിങ് കറക്റ്റ്, ആർമേഡ് വയർ അല്ല, IS ഇല്ലാത്തതാണ്. ഇതൊക്കെ നമ്മൾ ഡിഫക്റ്റ് എഴുതി കൊടുത്താൽ പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാതെ ടൈം കൊടുക്കാൻ മതി അല്ലേ? അത് പുള്ളിക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കാം. പുള്ളി അത് റെക്ടിഫൈ ചെയ്തെന്നാലേ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ആ ഒരു സൈനുള്ള വാല്യൂ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിൻ്റെ വാല്യൂ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്രത്തോളം സാർ ഈ ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യതകളും അതേപോലെ തന്നെ ഏതൊക്കെ ലെവലിലാണ് ഓരോ കാറ്റഗറിയിലും വർക്ക് ചെയ്യാനുണ്ടാവുക എന്നുള്ളതൊന്ന് പറയാൻ പറ്റും? നമ്മൾ എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതായിരിക്കും PSCയുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അത് തന്നെ നമ്മുടെ ഗസറ്റഡ് പോസ്റ്റാണ്. എന്നാൽ അതാണോ എൻട്രി ലെവൽ ഗസറ്റഡ് പോസ്റ്റ് എന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അതല്ല, അതിനേക്കാളും താഴെ സൂപ്രണ്ടന്റ് പോസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ടെക്നിക്കൽ കാർഡിൽ എൻട്രി ചെയ്യുന്നത് സാലറി സ്കെയിൽ അവരെക്കാളും മുകളിലുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എന്താണ് മുകളിലെ വേക്കൻസി പോലെ ഇരിക്കും. നെക്സ്റ്റ് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഒരു ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ താഴെ കുറച്ച് 4-5 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സൊക്കെ വർക്ക് ചെയ്യണ്ടാവും. അതിനുശേഷം ഡെപ്യൂട്ടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. അതിന് ഏകദേശം എത്ര സമയം എടുക്കും പ്രൊമോഷന്? ഡെപ്യൂട്ടി ആണെങ്കിൽ ഒരു 8 to 10 years ഡെപ്യൂട്ടി ആവും. അതിനുശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആവണമെങ്കിൽ 15 years അടുപ്പിച്ചാവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആവും. ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റേറ്റിലെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ ഉണ്ടാവത്തുള്ളൂ. ഒരു സ്റ്റേറ്റിൽ അല്ല, ഒരു ഡിസ്ട്രിക്ട്. അതെ, ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അത്രയും പവർഫുൾ. ഡിസ്ട്രിക്റ്റിലെ കാര്യം മൊത്തം നോക്കുന്നത് അതേമായിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ക്ലാസ് 1 ആണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് 2 ഗസറ്റഡ് ആണ് നമ്മൾ ഇപ്പോൾ കയറുന്നത്. EI എന്ന് പറയുന്നത് ക്ലാസ് 1 ആണ്. ക്ലാസ് 1. EIന് ശേഷം മുകളിൽ പോകുന്ന ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ്. അത് വേറെ പറയുന്നത് അത് ഭയങ്കര പവർഫുൾ ആണ്. അത് ഡെപ്യൂട്ടി ചീഫ് 3 പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് മുകളിൽ അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതിന് മുകളിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചീഫ് ഇലക്ട്രിക്കൽ. അതാണ് ഫൈനൽ പോസ്റ്റ് അല്ലേ? ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ആ ഒരു ലെവലുള്ള ഒരു പോസ്റ്റ് ആയിരിക്കില്ല അത് അല്ലേ? സിവിൽ സർവീസിന്റെ എൻട്രി ലെവൽ കാഡറിനേക്കാളും സിവിൽ സർവീസിന്റെ എൻട്രി ലെവൽ കാഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് 1 എൻട്രി ആണ് ശരിക്കും സിവിൽ സർവീസ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ക്ലാസ് 1 ആണ് ശരിക്കും. അതെ. അപ്പോൾ അത്രയും ഒരു ഹൈ ലെവൽ പോസ്റ്റിലേക്കാണ് എത്തുക. അതായത് ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ നമ്മൾ യൂസ് ചെയ്ത്, അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ലക്കാണ് അല്ലേ? പലപ്പോഴും പലരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്കൊക്കെ വൈമാറി പോകുന്ന രീതിയുണ്ട്. ഇത് പ്യുവർ ഇലക്ട്രിക്കൽ വർക്ക് തന്നെയാണ് അല്ലേ വരുന്നത്? നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അടുത്ത ഒരു ആംഗിളിൽ നമ്മൾ കാണാൻ തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് റെസ്ട്രിക്റ്റഡ് എർത്ത് ഫോൾഡറിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ ഈ REF ഒക്കെ ഒരു 1 MB മുകളിലുള്ള ട്രാൻസ്ഫോമറിന് പോയാൽ REF കണ്ടാൽ മനസ്സിലാവണം, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. അങ്ങനെ കുറേ വട്ടം ചെയ്യുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ നോളജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. വളരെ ചുരുങ്ങിയ സമയം മതി, നമുക്ക് ഭയങ്കരമായിട്ട് കയറി അങ്ങ് പോകും. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ കയറാൻ പോകുന്നവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ സീനിയേഴ്സ്, അതായത് ഡെപ്യൂട്ടി EIs അതുപോലെ EIs എന്നൊക്കെ പറയുന്നത് ഭയങ്കര നോളജുള്ളവരാ. അവര് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച പോലെ അല്ല, അവർ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് കുത്തിയിരുന്ന് പഠിച്ച ടീമാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ റിട്ടയർ ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കയറി അത്രയും നല്ലതെന്നേ ഞാൻ പറയാത്തുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജേർണിയിൽ അവസാനത്തെ ഒരു ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ പ്രായത്തിൽ കയറേണ്ടി വരും അല്ലേ? ഒരു ലിസ്റ്റിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളായിരിക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിട്ട് വരുന്നുണ്ടാവുക. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അഡീഷണൽ അതിന്റെ താഴത്തുള്ള അഡീഷണൽ ഡെപ്യൂട്ടി ചീഫ് എല്ലാം നല്ല പവർഫുൾ പോസ്റ്റ് ആണ്. അതെ അതെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസിനെ കുറിച്ചും ജോബ് റോൾസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത്, അതായത് 2 രീതിയിലാണ് സാലറിയെ കുറിച്ച് നിങ്ങൾ കാണേണ്ടത്. ഒരിക്കലും ഇപ്പം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ളത്, ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് 39,400 മുതൽ 72,000 വരെ. അത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷനാണ്, എത്രയാണ് സാലറി വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത്, ഒന്ന് എൻട്രി ലെവലിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റിംഗ് ആകുന്ന സമയത്ത് ലഭിക്കുന്ന ആദ്യത്തെ സാലറിയും പിന്നീട് വരാൻ സാധ്യതയുള്ള ആ ഒരു ഇൻക്രിമെന്റിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്. നമുക്കിപ്പം ബേസിക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഹൈഫൺ ഇട്ട് കൊടുത്തേക്കുന്നത് ആദ്യം വരുന്ന ബേസിക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ് 55,200 ആണ് അല്ലേ? 55,200 അതാണ് നമ്മുടെ ബേസിക് സാലറി. ആ ബേസിക് അല്ല ശരിക്കും നമ്മുടെ ഗ്രോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 55,200 ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ HRA വരും, അതിൻ്റെ കൂട്ടത്തിൽ DA വരും, എല്ലാം കൂടെ ഇപ്പം എനിക്ക് തോന്നുന്നു കറൻ്റ്ലി ഇപ്പോൾ കയറുന്ന ഒരാൾക്ക് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 68 അടുപ്പിച്ചൊക്കെ വരാനാണ് ചാൻസ്. അതായത് അപ്പോൾ ഈ ഗ്രോസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രോസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻഹാൻഡ് നമ്മൾ അതൊരു കോമൺ ചോദ്യമാണ്. എല്ലാവരും കയ്യിൽ എത്ര കിട്ടും എന്നുള്ളത്. കൈ കിട്ടുന്ന എമൗണ്ട് അല്ല ശരിക്കും നമ്മുടെ സാലറി. നമ്മുടെ സാലറി ഗ്രോസ് സാലറി തന്നെയാണ്. കൈ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചെലവാക്കാനുള്ള എമൗണ്ട് ആണ്. ഗ്രോസ് സാലറിക്കകത്ത് യഥാർത്ഥ സാലറി ഗ്രോസ് ആണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ സാലറി എന്ന് പറയുന്നത്. ഗ്രോസ് സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ NPS കുറച്ച് എമൗണ്ട് കട്ട് ചെയ്യും, 10% അടുപ്പിച്ച് കട്ട് ചെയ്യും. ഈ NPS എന്നൊക്കെ പറയുന്നത് നമ്മളെ എമൗണ്ട് തന്നെയാണ്. അത് നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഒരു 10% നമ്മളെ നിന്ന് കട്ട് ചെയ്യുമെങ്കിൽ ഗവൺമെന്റ് ഒരു 10% ഇട്ടിട്ടാണ് നമ്മൾ NPS അക്കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ NPS അക്കൗണ്ടിൽ കയറി നോക്കിയാൽ നമ്മുടെ എമൗണ്ട് എവിടെയൊക്കെ കയറി പോകുന്നത് കാണാൻ സാധിക്കും. അതെ അതെ, ചെലവാക്കാൻ പറ്റും. അത് നല്ലതാണ് ശരിക്കും. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ശരിക്കും ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിലും അതുപോലെ GPF ഉണ്ട്. GPF എത്ര % കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു 50 സംതിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. 50-55 ഒക്കെ വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല. അത് നമ്മളെ ചിലവാക്കാൻ പറ്റുന്ന എമൗണ്ടാണ്. ഈ GPF ഒക്കെ നമുക്ക് അവിടെ കിടക്കും. പെർ മന്ത് 5,000 ഒക്കെയാണ് അത് പോകുന്നത്. അത് നമ്മുടെ GPF അക്കൗണ്ട് നോക്കിയാൽ നമ്മുടെ എമൗണ്ട് അവിടെ കിടക്കുന്ന കാണാം. നമുക്ക് GPFന് അഗെയിൻസ്റ്റ് ലോൺ എടുക്കാം. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി അതൊക്കെ കമ്പൾസറി ആണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഹിഡൻ ആയിട്ട് നമുക്ക് അറിയാത്ത ഒരുപാട് അലവൻസുകളും അതേപോലെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി ഇൻ അഡീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിൽ സാറ് പറഞ്ഞത് 68,000 ആണ്. പക്ഷെ അതിൽ എന്തോ ഒരു പേ സ്കെയിലിൽ റിവിഷൻ വരുന്നുണ്ടല്ലോ അല്ലേ? പേ സ്കെയിൽ ഇങ്ങനെ കൂടി പോകുന്നു. ഞാൻ കയറിയ സമയത്ത്, അതായത് ഒരു 2 വർഷം മുന്നേയൊക്കെയാണ് 65 തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം DA അന്ന് 9% ഇപ്പോൾ DA ഒരുപാട് അതിൽ നിന്ന് ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ DA ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. സാലറി ഒക്കെ പെട്ടെന്ന് കയറുക. അതിനുശേഷം ഒരു പേ റിവിഷൻ വരും. പേ റിവിഷൻ വരുമ്പോൾ സ്കെയിൽ മൊത്തത്തിൽ വേറെ. അതൊക്കെ അതിൻ്റെ ഗ്രാജുവൽ പ്രോസസ്സിൽ അങ്ങ് നടക്കും. അത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട കാര്യമില്ല. ഗ്രോസ് എന്ന് പറയുന്നത് 68 അടുപ്പിച്ചുണ്ടാവും. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ അത് തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് സാറ് ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, നമ്മൾ നോർമലി നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിജക്ഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങളും റിജക്ഷനും ഒക്കെ കൊടുക്കാനൊക്കെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. അതെ അതെ, നമ്മൾ അത്ര ഈസി ആയിട്ട് കാണാൻ നമ്മളിപ്പോൾ ഒരിടത്ത് പോയി ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോളജബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം എന്ന് ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തിയേറ്റർ ഇൻസ്പെക്ഷന് പോയി, അത് റെഗുലേഷൻ പ്രകാരം ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഓടിക്കാമായിരിക്കും, പക്ഷെ റെഗുലേഷൻ പ്രകാരം ആയിരിക്കില്ല ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സ്ട്രേറ്റ് റിജക്ഷൻ ലെറ്റർ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവരത് കറക്റ്റ് ചെയ്തു. കാരണം വേറെ സ്റ്റേറ്റിലെ ഒരു റൂള്, ഈ കേരളത്തിൽ വേറെ റൂൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വേറെ സ്റ്റേറ്റിലെ ഒരാൾ വന്ന് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അതവർ പിന്നെ കറക്റ്റ് ചെയ്തു.
റിജക്ഷൻ നോ പറയേണ്ട അടുത്ത് നമ്മൾ കൃത്യമായിട്ട് നോ പറയണം. അവിടെ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് പ്രഷർ എപ്പോഴും എങ്ങനെ, അതായത് എല്ലാവർക്കും ഉള്ളാവുന്ന സംശയമാണ്, അതായത് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷറുള്ള ഒരു വർക്കാണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള വർക്കാണോ? അതെന്താണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? സാർ കറക്റ്റ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചൊരു ഞാൻ ഇത് കൂടാതെ വേറെ സർവീസിലൊക്കെ ഇരുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, വർക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മാനേജ് ചെയ്യും പോലെ ഇരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. അതിനകത്ത് ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് വിടാൻ ഇത്ര സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ ഡേറ്റ് ഒക്കെ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണമെന്നേ ഉള്ളൂ. വൺസ് ഒരു സ്റ്റെപ്പ് എടുത്ത് ചെയ്തിട്ട് പിന്നെ അതിൽ തിരിഞ്ഞൊരു നോട്ടം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്യത്തൊന്നുമില്ല. വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഷെഡ്യൂൾ ചെയ്യുക, നമ്മൾ ചെയ്യുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. ചെയ്യുന്നത് കൃത്യമായിരിക്കണം. അത് ആ ഒരു കാര്യമാണ് എനിക്ക് ഇതിനകത്ത് പറയാം. അത്യാവശ്യം നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ, അതേപോലെ നല്ല സാലറി, നല്ല പ്രൊമോഷന്, അങ്ങനെ എല്ലാം കൊണ്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് സാറെടുത്ത് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2020 ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഒക്കെ നടന്ന സമയത്ത് ഈ എക്സാമിൽ ഓൾ കേരള റാങ്ക് 5th റാങ്ക് ആയിരുന്നു സാറിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തന്നെ എൻട്രിയിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല നല്ല റാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാറ് 5th റാങ്ക് വാങ്ങിയിട്ടാണ് ഈ ഒരു എക്സാമിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു 5th റാങ്കിലേക്കൊക്കെ എത്താൻ സാറ് നടത്തിയിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി ഈ എക്സാം എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് വിചാരിക്കുകയാണ്. എന്താ സാറിന് അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയന്? ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഇങ്ങനെ കണ്ടിന്യൂസ് സ്റ്റഡി പ്രോസസ്സാണ്. നമ്മളൊരു പർട്ടിക്കുലർ എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വരുമ്പം പഠിക്കാൻ തുടങ്ങുന്നതിനേക്കാളും ജസ്റ്റ് ഗ്രാജുവലായിട്ട് ഫ്രീ ആയിട്ട് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രീ ആയിട്ട് കുറച്ച് നേരം വായിക്കുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് പഠിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് പഠിച്ചാൽ നമ്മൾ എക്സാമിനേഷൻ സമയത്ത് അത്രയും ഫ്രീ ആയിരിക്കും. നമ്മൾ വെറുതെ പോയിരിക്കും, മാർക്ക് ചെയ്യും, ഇറങ്ങി വരും എന്നുള്ളൊരു ലൈനിലോട്ട് എത്തണം നമ്മൾ. അതാണ് മെയിൻ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുക നമ്മുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ദിവസം ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളത് പഠിക്കുകയും വേണം. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിനേഷൻ്റെ തലേതൊക്കെ എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആവും. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ഷോർട്ട് നോട്ട്സ് മാത്രമേ ഉണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ ഭയങ്കര സഹായകരമായിരിക്കും അതൊക്കെ. സോ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, സബ്ജക്ട്സ് എല്ലാം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും റിവൈസ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് തന്നെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കുന്നവർ കുറേ പേരുണ്ട്. ഒരു മാസം ഒരു സബ്ജക്റ്റ്. അത് ശരിക്കും നല്ലൊരു മെത്തേഡല്ല. കാരണം ഇപ്പം എല്ലാത്തിനും വെയിറ്റേജും സെയിം ആണല്ലോ. അതായത് മുമ്പൊക്കെ ആണെങ്കിൽ മെഷീൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ്, പവർ സിസ്റ്റത്തിൽ കൂടുതൽ, ചിലതിന് കുറവ്. ഇപ്പം എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് കഴിഞ്ഞ എക്സാമിൽ. അതെ, അത് നല്ലതാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഷീൻസിൽ നിന്ന് ചിലപ്പോൾ 25 ക്വസ്റ്റ്യൻ വരും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് 10 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. എല്ലാ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജോലിക്ക് കയറിയാലും മനസ്സിലാവും എല്ലാ സബ്ജക്റ്റിൻ്റെ ആപ്ലിക്കേഷനും അതിനകത്ത് കൃത്യമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ PSC ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സിലബസിലുള്ളത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഒരുപാട് പുതിയ ആസ്പിറൻസോട് വരാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണ PSC എക്സാംസുകൾക്കിടയിൽ വലിയൊരു ഇയർ ഗ്യാപ്പ് വരലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ അടുത്തൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എഴുതാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നമുക്കൊരു ഫൈനൽ മെസ്സേജ് ആയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട KSEB ഒക്കെ വന്നിട്ട് നല്ല വേക്കൻസി ഉള്ള പോസ്റ്റുകൾ വന്നിട്ട് തുടങ്ങുക. കാരണം ഇൻസ്പെക്ടറിൽ ഒരുപാട് വേക്കൻസി ഒന്നും വരില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ 98 ആളുകൾക്കും ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ 33 ആളുകൾക്കും പോസ്റ്റിംഗ് ഓൾറെഡി ആയിട്ടുണ്ട്. എന്താ സാർക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്? ആക്ച്വലി ഇനി വരുന്നവർ കുറച്ചും കൂടെ ലക്കിയാണ്. അത് കഴിഞ്ഞ ബാച്ചിൽ എക്സാം എഴുതി കിട്ടാത്തവർ അന്ന് കുറച്ച് വറീഡൊക്കെ ആയിരുന്നു, ഇനിയിപ്പോൾ എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ. ആക്ച്വലി ഇപ്പോൾ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇട്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിന് 1.5 വർഷമായിട്ടേ ഉള്ളൂ. 1.5 വർഷമായപ്പോൾ തന്നെ അവർ അടുത്ത നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പോകണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് PSC ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിനിയും നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ എക്സാമിനേഷൻ നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് ഇടാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചുരുക്കി പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇട്ട് 1.5 വർഷം കഴിഞ്ഞ് എക്സാം നടത്തി 1.5 വർഷം കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഒരു 3-4 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു ഏജിൻ്റെ ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്നവർക്ക് വീണ്ടും അടുത്ത ചാൻസ് വന്നു എന്നുള്ളതാണ്.
അതാണ് ഞാൻ എപ്പോഴും അവനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ സബ് എഞ്ചിനീയർ ആരോട് ചോദിച്ചാൽ ഈ സബ് എഞ്ചിനീയറിന് എന്തിനാണ് നോക്കുന്നത്, സബ് എഞ്ചിനീയർ ഇപ്പോൾ കഴിഞ്ഞില്ലേ എന്ന്. ഭയങ്കര നെഗറ്റീവായിട്ട്. ലിസ്റ്റ് വന്ന് കുറച്ച് മാസമായി, ഇനിയിപ്പോൾ ഒരു കുറച്ച് മാസം കൂടെ കഴിയുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ്റെ പരിപാടി തുടങ്ങും. അതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അത് ഇടയ്ക്കൊരു ഗ്യാപ്പ്, ഇപ്പോൾ നീന്താൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നീന്തിക്കൊണ്ടേ നിൽക്കണ്ടേ, വെറുതെ നിന്ന് നമ്മൾ മുങ്ങിച്ചാവില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. പഠിക്കാൻ തുടങ്ങിയാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്പുറത്തെ കാര്യം എത്തുന്ന വരെ നമ്മൾ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു റിവൈസെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സാറിന് നമ്മളെടുത്ത് പറയാനുള്ളത്. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളുടെ ലൈഫിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാലറിയുള്ള, അതേപോലെ ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗസറ്റഡ് റാങ്ക് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു അരവിന്ദ് സാർ. ഈ ഒരു ടൈം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് തിരക്കുള്ള സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിസൈൻ ചെയ്ത് റിസൈൻ ചെയ്യേണ്ട ഒരു കാര്യം വന്നു. സാർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിൽ ഇപ്പോൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യാണ്. സാർ അതിനെക്കുറിച്ച് കൂടി 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇടുക്കിയിലുള്ള സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയാണ് സാറിന് ഷെയർ ചെയ്യാനുള്ളത്? ഞാനിപ്പോൾ ഒരു ഫേസ് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്ത് പിള്ളേരെ ഒരുപാട് സഫർ ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് ജോലിക്ക് കയറ്റുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. പിന്നെ എൻ്റെ ഒരു പാഷൻ ബേസിക്കലി ടീച്ചിങ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വളരെ നല്ല പോസ്റ്റാണ്, നല്ല പവർഫുൾ പോസ്റ്റാണ്. അതിനേക്കാളും ഞാൻ കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നത് ടീച്ചിങ്ങിന്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയത്, അതാണ് ഈ കാര്യം. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.